തുടങ്ങിയ ദൗത്യം ഇന്ന് മൂന്നാം ദിവസമാണ്. വയനാട്ടിൽ ഇന്ന് ഹർത്താൽ സംഘടിപ്പിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വന്യമൃഗ ശല്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏത് നിമിഷവും ആനയെ മയക്കുവെടി വെക്കാം. ദൗത്യ സംഘം അടുത്തെത്തി അല്ലേ? പക്ഷേ ആ ഒരു അവസ്ഥ മാറിയിരിക്കുന്നു. വീണ്ടും നിരാശയുടെ വാർത്ത തന്നെയാണ് കാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഏതാണ്ട് ക്ലോസ് റേഞ്ചിലേക്ക്, വളരെ അടുത്തേക്ക് ഈ മയക്കുവെടി വിദഗ്ധൻ എത്തിയതാണ്. പക്ഷേ അവിടെ നിന്നും ആന ബേലൂർ എന്ന ഭാഗത്തേക്ക്, ഈ കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലത്തിന്റെ അടുത്തേക്ക് തന്നെ മാറിയിരിക്കുന്നു. ഏതാണ്ട് ഈ ചെമ്പകപ്പാറ, ഇരുമ്പുപാലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ഭയങ്കരയിൽ തന്നെ ഒരു 3-4 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഇപ്പോൾ ഈ ആനയുടെ നീക്കങ്ങൾ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൗത്യം ഏതാണ്ട് അവസാന നിമിഷത്തിലേക്ക് നീങ്ങുന്നതിനിടയിൽ തന്നെ ശരവേഗത്തിൽ മറ്റൊരിടത്തേക്ക് ആന മാറിയിരിക്കുന്നു. നാട്ടുകാർ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെയുള്ള ഒരു കാത്തിരിപ്പിലാണ് ആനയെ പിടികൂടുമെന്നത്. പക്ഷേ ആ ശ്രമം ഓരോ തവണയും പരാജയപ്പെടുന്നു. എന്താണോ വീണ്ടും പോസിറ്റീവ് വാർത്തകളല്ല വരുന്നത്? ആന അവിടെ നിന്ന് വീണ്ടും കുറച്ച് ദൂരത്തേക്ക് മാറിയെന്നാണ് പറയുന്നത്. ഇത് ആന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതായത് കുങ്കിയാനകളുടെ ചൂരടിക്കുന്ന സമയത്ത് ആന നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഉൾവനത്തിലേക്ക് പിൻവലിയുന്നതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പറയുന്നത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇതൊരു വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഈ പ്രദേശത്ത് മാത്രമല്ല, വയനാട് ജില്ലയിൽ ആകമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ പുൽപ്പള്ളി ടൗൺ പ്രദേശത്താണ് ഇന്നലെ ഒരു കടുവ ഇറങ്ങിയിട്ട് ഇപ്പോൾ തോട്ടത്തിലും ആ കടുവ നിലയുറപ്പിച്ചെന്ന് പറയുന്നത്. അവിടെ നിന്ന് പോകുന്നില്ല, ജനവാസ കേന്ദ്രമാണ്. അതുപോലെ വയനാട് ജില്ലയുടെ അതിർത്തിയോടെ നടക്കുന്ന കൊട്ടിയൂരിന്നൊരു കടുവയ്ക്ക് വേണ്ടി വെച്ച കെണിയിൽ കടുവ വെട്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ വന്യജീവികളെ കൊണ്ട് പൊറുതിമുട്ടി സാധാരണക്കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത കർഷകർക്ക് ജീവിക്കാൻ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിന് വനം വകുപ്പും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമാണ് ഇവിടെ സ്വയം സാധ്യമാവുക എന്നുള്ളതാണ്. ഇതാണ് പറയുന്നത് എല്ലാവരും, ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. കാരണം ഈ മേഖലയിൽ തന്നെ അജീഷിന്റെ മരണമുണ്ടായ അന്ന് മുതൽ ജനജീവിതം ഏതാണ്ട് സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ആ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നു. ആളുകൾക്ക് കാട്ടിൽ വിറക് ശേഖരിക്കാനോ അല്ലെങ്കിൽ മറ്റ് കന്നുകാലി വളർത്തൽ ഉപജീവനമാക്കിയവർക്ക് പുല്ല് ശേഖരിക്കാനോ പോകാൻ കഴിയുന്നില്ല. വീടിനുള്ളിൽ രാത്രി ഈ കൊലയാളി ആനയുടെ സാന്നിധ്യം ഈ സമീപ പ്രദേശങ്ങളിലെ മണ്ണിന്റെ അടക്കമുള്ള മേഖലകളിൽ ഉള്ളതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ആദിവാസികൾക്കടക്കം വീടുകളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ബലമേറിയ ചുവരുകളുള്ള വീടുകൾ ഇല്ലാത്ത നിരവധി ആൾക്കാരാണ് ഈ കോളനികളിലുള്ളത്. അങ്ങനെയെങ്കിൽ വീട്ടിലെത്തി അല്ലെങ്കിൽ വീട് തകർത്ത് തങ്ങൾക്ക് ഈ ആന ഒരു ഭീഷണിയായി മാറുമോ എന്ന ഒരു ആശങ്ക. അക്ഷരാർത്ഥത്തിൽ ജനജീവിതം ഇവിടെ സ്തംഭിച്ചു നിൽക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ഈ ദൗത്യം ആരംഭിക്കും. പക്ഷേ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഈ ഡാർട്ടിംഗ് ടീം, വെടിവെക്കുന്ന സംഘം പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഉദ്യോഗസ്ഥരും മടങ്ങും. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ ഈ ദൗത്യം പൂർത്തിയാക്കി പോകുമ്പോൾ, അതായത് ആനയെ പിടികൂടാതെ പോകാൻ ഒരുങ്ങിയാൽ അവരെ അനുവദിക്കില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. വലിയ തോതിൽ ഉച്ചതിരിഞ്ഞ് ഇവിടേക്ക് ആളുകൾ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ പഞ്ചായത്ത് അംഗം അടക്കം പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു വശത്ത് ഈ ആന ഉയർത്തുന്ന ശല്യം, മറുവശത്ത് ഈ ആളുകളുടെ രോഷം എല്ലാ സീമകളും ലംഘിച്ച് ഒരുപക്ഷെ അണ പൊട്ടി ഒഴുകാൻ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ എന്തുകൊണ്ടും വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്കാണ് ഇവിടം നീങ്ങുന്നത്. ആനയെ പിടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാവും വരും മണിക്കൂറുകളിൽ ഉണ്ടാവാൻ സാധ്യത. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജനങ്ങൾ പുറത്തിറങ്ങുന്ന നിർദ്ദേശമുണ്ട്. ആനയുടെ ക്ലോസ് റേഞ്ചിൽ ഏതാണ്ട് 100 മീറ്റർ അടുത്ത് വരെ ദൗത്യ സംഘം എത്തി. അതിനുശേഷം വീണ്ടും അത് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആന വീണ്ടും കാട്ടിലേക്ക് മടങ്ങി, കാട്ടിലേക്ക് മാറി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അനീഷ് അവിടെയുണ്ട്. ഓരോ നിമിഷവും ദൗത്യ സംഘം തങ്ങളുടെ ദൗത്യത്തിനായി വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആന പിടിതരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത്. അനീഷ, ഇന്നൊരു ഹർത്താൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ജനങ്ങൾ പൂർണ്ണമായും സ്വാഭാവികമായും സഹകരിക്കും. കാരണം അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ഭാഗമായുള്ള ഹർത്താലാണ്. എന്താണ് അതിന്റെ വിവരങ്ങൾ? തീർച്ചയായും ഈ അജിയുടെ മരണമുണ്ടായ അന്ന് തന്നെ ജനക്കൂട്ടം വലിയ തോതിൽ ഈ പ്രതിഷേധിച്ച് മാനന്തവാടി പട്ടണത്തിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. നഷ്ടപരിഹാരം അജിയുടെ
സർക്കാർ കൈമാറുകയും ചെയ്തു. ബാക്കി 40 ലക്ഷം രൂപയോട് നൽകുന്ന കാര്യം മന്ത്രിസഭ ചേർന്ന് പരിഗണിക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനപ്പുറം വന്യജീവി ശല്യത്തിൽ നിന്നും ശാശ്വതമായ മോചനം വേണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഈ കാട്ടാനയുടെ അല്ലെങ്കിൽ വന്യമൃഗശല്യം മൂലമുള്ള ഒടുവിലത്തെ മരണമാവണം അജീഷിൻ്റേത് എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ പറയുന്നത്. ഏറ്റവും പ്രതിഷേധം ഉയർത്തുന്നത് ഈ മരണമുണ്ടായി 4-ാം ദിവസത്തിലേക്ക് അല്ലെങ്കിൽ കടന്നിട്ടും 3 ദിവസം ദൗത്യം പൂർത്തിയാക്കിയിട്ടും ആനയെ പിടിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് ആളുകൾക്ക് വലിയ രോഷം ഉയർത്തുന്നത്. കാരണം ഈ ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ അത് ഏത് തരത്തിലുള്ള പ്രതികരണമാവും ആനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ കഴിയില്ല എന്ന് പറയുന്നു. ഈ കാരണം കൂടിയാണ് ഹർത്താലിലേക്ക് നയിച്ചത്. എന്തായാലും എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഹർത്താലിനോട് പൂർണ്ണമായി സഹകരിക്കുന്ന കാഴ്ച. കടകമ്പോളങ്ങൾ പൂർണ്ണമായും ജില്ലയിൽ അടഞ്ഞു കിടക്കുന്നു. വാഹനങ്ങൾ കാര്യമായി സർവീസ് നടത്തുന്നുമില്ല. ഒരു സ്വന്തം പ്രശ്നം അല്ലെങ്കിൽ മറ്റാരുടെയും ആഹ്വാനമില്ലാതെ തന്നെ സ്വയം പ്രതിഷേധിക്കണം എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. എന്തായാലും കർഷക രോഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഉന്നതതല യോഗം അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ചേരും. വയനാട്ടിലെ ജനപ്രതിനിധികളോട് തിരുവനന്തപുരത്തേക്ക് എത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഒരു അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയും ഈ അന്തർ സംസ്ഥാന ഏകോപനം കൃത്യമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അതിനൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടക അതിർത്തിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ട് സിഗ്നലുകൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ സിഗ്നലുകൾ ലഭിച്ചത് എന്തുകൊണ്ട് ഉചിതമായ സമയത്ത് കേരളത്തെ അറിയിച്ചില്ല, കേരളത്തിന് ഈ വിവരങ്ങൾ അറിഞ്ഞ ശേഷം എന്തുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകിയില്ല എന്നീ ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഇന്നത്തെ ഹർത്താലിലൂടെ, ഇന്നത്തെ പ്രതിഷേധത്തിലൂടെ കർഷകരും ഈ നാട്ടുകാരും സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. ശരി, എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ആനയെ ഇതിന്റെ ക്ലോസ് റേഞ്ചിലേക്ക് ആന എത്തി, പക്ഷേ അതിനുശേഷം വീണ്ടും ആന കാട് കയറി എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. എം എസ് സനീഷ് കുമാർ അവിടെയുണ്ട്. നമുക്ക് അടുത്ത ബുള്ളറ്റിനിലും ഇതിന്റെ വിശദാംശങ്ങൾ നൽകാമെന്ന് കരുതുന്നു. ന്യൂസ് ട്രെൻഡ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.